ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഗാസയിൽ പലസ്തീനികൾ ഹമാസിനെതിരെ രംഗത്ത് വന്ന കാഴ്ച അത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇത് പ്രതീക്ഷ ഒന്നാണോ? ഇതിനു മുൻപും ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ പരസ്യമായി ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനം ഗാസയിൽ കണ്ടിട്ടുണ്ടോ? ഇതും പ്രഥമമായിട്ടാണ് ഹമാസിനെതിരെ ഗാസയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പലസ്തീനിയൻ യുവാക്കൾ മുദ്രാവാക്യം മുഴക്കുന്നതും ഹമാസ് പുറത്തു പോകണം, ഹമാസ് ഔട്ട് എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ചെറിയ തോതിലുള്ള മുറുമുറുപ്പുകൾ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്നത്, വളരെ വലിയ തോതിൽ വരുന്നത് ഇപ്പോഴാണ്. ഇതിന് പിന്നിൽ ഇതും പ്രഥമമായി ആണെന്ന് പറയുമ്പോൾ, അത് മുൻപ് ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് ജൈവികമായ ഒരു പ്രതികരണമാണോ അതോ ഓർക്കസ്ട്രേറ്റഡ് ആയ ഒരു മൂവാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇനി ജൈവികമായി എന്ന് പറയുമ്പോൾ പലസ്തീൻ ജനത സ്വന്തം ഇഷ്ടത്തോടുകൂടി അതിൽ ഈ പലസ്തീൻ ജനതയിൽ ഭൂരിഭാഗവും അതിൽ പങ്കാളികളായിക്കൊണ്ടുള്ളതൊന്നാണോ എന്ന് താങ്കൾ സംശയിക്കുകയാണ് അല്ലേ? അവരുടെ ജീവിതം മടുത്തിരിക്കുന്നു. അതായത് 23 ലക്ഷം പേരുണ്ടായിരുന്ന ഗാസയിൽ ഇന്ന് 22 ലക്ഷത്തിൽ പരം ആളുകളെ ഉള്ളൂ. ഒരു 62,000 പേരോളം ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ കാണാതായി. പിന്നെ 1.25 ലക്ഷത്തോളം പേര് അംഗഭംഗം വന്ന് വലിയ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു ജനതയുമല്ല അവിടെ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുകയാണ്, സപ്ലൈസ് എത്തുന്നില്ല. ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അതിനെ ഗാസ എന്ന് വിളിക്കാം. അപ്പം ഒരു പരിധി കഴിയുമ്പോൾ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും എല്ലാം ഒരു പരിധി ഉണ്ടല്ലോ. തങ്ങൾക്ക് ഈ അവസ്ഥ വരുത്തി വെച്ചത് ഇസ്രായേൽ മാത്രമല്ല, മറിച്ച് ഗാസയുടെ സംരക്ഷകരെന്ന് ഭരണകൂടമെന്ന് അഭിമാനിച്ചിരുന്ന ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമിച്ചതും, ഹമാസ് ഇസ്രായേലിൻ്റെ 200-ഓളം പേരെ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പാർപ്പിച്ചത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമില്ലേ. നമുക്കൊരു ഹെലൻ ഓഫ് ട്രോയ് കഥയിൽ നമുക്ക് അറിയാമല്ലോ, ഈ ട്രോയ് നഗരം നശിക്കാനുള്ള കാരണം അതൊരു രാജകുമാരിയെ തട്ടിക്കൊണ്ട് വന്ന് കോട്ടയ്ക്കകത്ത് പാർപ്പിച്ചു, അതാണ് ആക്രമണത്തിന് കാരണമായി എന്ന് പറഞ്ഞതുപോലെ ഈ ബന്ദികളെ ഇവിടെ കൊണ്ടുവന്നത് വലിയ ഊരാക്കുടുക്കായി മാറി. അതിന് ജീവനുകൾ 50,000-ൽ പരം ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു വീണത് യുദ്ധത്തിൽ. അത് 17,000-ഓളം പേര് സ്ത്രീകളോ കുട്ടികളോ ആണ്. പക്ഷേ ഇതുവരെ പലസ്തീൻ ജനത ഇപ്പോൾ ഈ പ്രകടനം നടത്തിയത് ഇതം പ്രഥമമായിട്ടാണെന്ന് താങ്കൾ പറഞ്ഞു. ഈ പലസ്തീൻ ജനത ഹമാസിനൊപ്പമായിരുന്നല്ലോ, അതോ അടിച്ചമർത്തൽ നേരിടുകയായിരുന്നു അവർ എന്ന സംശയമാണല്ലോ. കാരണം അങ്ങനെ എന്തെങ്കിലും മുറുമുറുപ്പുകൾ പരസ്യമായിട്ട് വന്നിരുന്നുവെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ഒരു അടിമത്ത മനോഭാവം ഉണ്ടായിരുന്നു പലസ്തീൻ ജനതയ്ക്ക്. അതുകൊണ്ടാണോ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരുന്നത്? അത് മാത്രമല്ല, താങ്കൾ മറ്റൊരു കാര്യം കൂടി പറയുവാൻ വന്നു, ഇത് ജൈവികമായിട്ടുള്ളതാണോ എന്ന് സംശയിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രേരണയാൽ ഉണ്ടായതായി എന്നാണല്ലോ. അപ്പോൾ അത് താങ്കൾ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിന് നേരെയാണല്ലോ. അതാണ് രണ്ടാമത്തെ ഭാഗം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജൈവികമായി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനില്ല. പക്ഷേ ആ സാധ്യതയെ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതാണ് ഗാസയുടെ ജനങ്ങളുടെ പ്രതിനിധികളാണ് ഹമാസ് എന്ന് പറയുന്നു. പക്ഷേ അവസാനം തെരഞ്ഞെടുപ്പ് നടന്നത് 2006-ലാണ്. 2006-ലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് 2025-ലും ഹമാസ് അനുഭവിക്കുന്നത്. പീരിയോഡിക്കായ ഇലക്ഷൻ, ഭരണമാറ്റം എന്നിവ ഗാസ ജനങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ ഗാസ ജനതയുടെ അംഗീകാരം ഹമാസിന് പൂർണ്ണമായി ഉണ്ട് എന്ന് കൃത്യമായി പറയാനാവില്ല. ഒരു ജനാധിപത്യ പ്രക്രിയ ഇല്ലാതെ എങ്ങനെയാണ് ഹമാസിൻ്റെ പോപ്പുലാരിറ്റി അളക്കുക? അതുമാത്രമല്ല, ഹമാസിൻ്റെ കയ്യിൽ തോക്കുകളുണ്ട്, ആയുധങ്ങളുണ്ട്, എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വിൽ പവറുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും ഹമാസിനെതിരെ ഗാസയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, ആത്മഹത്യാപരമായിരിക്കും എന്ന തിരിച്ചറിവിൽ ഏത് തീവ്ര സംഘടനയും അങ്ങനെ തന്നെയാണ്. അവരുടെ ആ ചുറ്റുപാടുള്ള ജനങ്ങളെ അവർക്കെതിരെ പ്രതികരിക്കാൻ ഒരു സംഘടനയും ചരിത്രത്തിൽ. താങ്കളുടെ നിലപാടിൽ ഈ ഇസ്രായേലിന്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇസ്രായേൽ പിന്നെ മറുവശത്തെ തുല്യ സാധ്യത മറുവശത്തുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വെർട്ടിക്കലി ഡിവൈഡഡ്. മറുവശത്ത് ഇസ്രായേലിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഒരു പദ്ധതി അനുസരിച്ച് റിവേറെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി, ഇവിടെ ജീവിതം ദുസ്സഹമാണ്, ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാസയിലെ ആളുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോകും എന്നത് ഒരാഗ്രഹം. അത് കേവലം സ്വപ്നമാകാനേ സാധ്യതയുള്ളൂ. ഈ പ്രതിഷേധിക്കുന്ന ജനം പോലും ഞങ്ങൾ ഗാസ വിട്ടു പൊയ്ക്കൊള്ളാം, ഹമാസ് പോകണമെന്നേ പറയുന്നുള്ളൂ, ഞങ്ങൾ പൊയ്ക്കൊള്ളാം, ഗാസയിലെ ജനം ഒഴിഞ്ഞു പോകാമെന്ന് അവർ പറയുന്നില്ല, ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടാകാം ഏറ്റവും നല്ല മാർഗം, ലോകത്തിന് മുമ്പിൽ ഈ വിഷയം ഷോക്കേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആഭ്യന്തരമായി
ഗാസയുടെ ജനങ്ങളെ ഹമാസ് അടിച്ചമർത്തി ഭരിക്കുകയാണ്. അവർക്ക് ദുരിതം കൊണ്ടുവന്നത് ഹമാസാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ ക്യാപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രയേൽ നട്ട് നനച്ച് വളർത്തുന്ന ഒരു സമാന്തര സംവിധാനമുണ്ടോ? കാരണം കഴിഞ്ഞ 1.25 വർഷമായി ഇസ്രയേലിന് സൈനിക സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ കുറച്ച് പേരെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് ഊഹിക്കാനേ പറ്റും. ഗാസയുടെ മണ്ണിൽ ചെന്ന് ഈ ഇസ്രയേൽ അന്യ സൈന്യം ചെന്ന് അവിടുത്തെ ജനങ്ങളെ, യുവജനങ്ങളെ വശീകരിച്ച് അവരെ ഹമാസിനെതിരെ തിരിക്കുന്നത് എത്രത്തോളം സ്വാഭാവികമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ ആരോപണമായി മറുപക്ഷത്ത് വന്നേക്കാം. ഇതുവരെ കാര്യമായി കൃത്യമായ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. മാത്രമല്ല ഹമാസിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ